കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന പദ്ധതിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. തുറമുഖത്തേക്കുള്ള ഭൂഗർഭ ജലപാത പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിനായി ഏറ്റെടുക്കേണ്ടത് 5.53 ഹെക്ടർ സ്ഥലം. 4 വില്ലേജുകളിലായാണ് ഈ വസ്തുക്കൾ ഏറ്റെടുക്കുക. ബാലരാമപുരം, അതിയന്നൂർ, പള്ളിച്ചൽ, വിഴിഞ്ഞം എന്നീ വില്ലേജുകളിലെ ഭൂമിയാണ് പദ്ധതിക്കായി കണ്ടെത്തിയിട്ടുള്ളത്. ബാലരാമപുരം, അതിയന്നൂർ, പള്ളിച്ചൽ വില്ലേജുകളിൽ ഉൾപ്പെട്ട 4.697 ഹെക്ടർ സ്ഥലത്തിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ് സ്റ്റഡി പൂർത്തിയായി. നോട്ടിഫിക്കേഷനും നൽകിക്കഴിഞ്ഞു. സ്ഥലമെടുപ്പ് പൂർത്തിയാക്കി ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് പദ്ധതിയുടെ പ്രവർത്തനം ആരംഭിക്കും. ഭൂഗർഭ റെയിൽപാതയുടെ നിർമ്മാണ ചുമതല കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡിനാണ് നൽകിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനുമായി ധാരണാപത്രവും ഒപ്പുവച്ചിട്ടുണ്ട്. നിർദ്ദിഷ്ട ഭൂഗർഭ പാതയുടെ DPRന് ദക്ഷിണ റെയിൽവേയുടെ അംഗീകാരവും ലഭിച്ചു. തുടർന്ന് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ കമ്മിറ്റി DPR അംഗീകാരത്തിനായി ശുപാർശ ചെയ്തിട്ടുണ്ട്. ഈ പദ്ധതിയുടെ മൊത്തം അടങ്കൽ തുക 1202.63 കോടി രൂപയാണ്. റെയിൽവേ മന്ത്രാലയത്തിൻ്റെ ഉത്തരവ് പ്രകാരം റെയിൽവേ പദ്ധതികൾക്ക് പാരിസ്ഥിതികാനുമതി, കോസ്റ്റൽ റെഗുലേഷൻ സോൺ അനുമതി എന്നിവ ആവശ്യമില്ല. എങ്കിലും ഈ പദ്ധതിയുടെ സ്ഥലം ഏറ്റെടുക്കൽ, നിർമ്മാണം എന്നിവ സംബന്ധിച്ച് ആവശ്യമായ സാമൂഹ്യാഘാത പഠനവും മറ്റ് ആഘാത പഠനങ്ങളും നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതിന് പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ EACയുടെ അംഗീകാരവും ലഭിച്ചു. ഭൂഗർഭ തുരങ്കപാതയുടെ 70% റോഡിനടിയിലൂടെയാണ് കടന്നു പോകുന്നത്. പാത കടന്നു പോകുന്നതിന് മുകളിലുള്ള നിർമ്മിതികൾക്ക് നിയന്ത്രണം ഉണ്ടാകും. ഈ സ്ഥലങ്ങളിൽ മുൻകൂർ അനുവാദത്തോടെ മാത്രമേ നിർമ്മാണങ്ങൾ നടത്താനാകൂ. തുരങ്കപാത ഏകദേശം 100 അടിക്ക് താഴെയായി കടന്നു പോകുന്നതിനാൽ വലിയ നിയന്ത്രണങ്ങളൊന്നും തന്നെ ആവശ്യമായി വരുന്നില്ല. എന്നാൽ ഈ പ്രദേശത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള അപേക്ഷകൾക്ക് അനുമതി നൽകുമ്പോൾ ഭൂഗർഭ റെയിൽ പാതയുടെ കാര്യം കൂടി പരിഗണിച്ച ശേഷമായിരിക്കും അനുമതി നൽകുന്നത്. ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പഠനത്തിൽ നിർമ്മാണ സമയത്ത് ഭൂഗർഭ ജലത്തിൻ്റെ നിരപ്പ് ചെറിയ തോതിൽ താൽക്കാലിക വ്യതിയാനം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഭൂഗർഭ ജലനിരപ്പിന് മാറ്റം ഉണ്ടാകുന്നില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖവുമായി കണക്ട് ചെയ്യുന്നതിന് പൂർണ്ണമായും ഉപരിതല റെയിൽവേ ലൈൻ നിർമ്മിക്കുന്നതിനായിരുന്നു ആദ്യം പദ്ധതി തയ്യാറാക്കിയിരുന്നത്. RITES എന്ന സ്ഥാപനമായിരുന്നു പദ്ധതി തയ്യാറാക്കിയത്. അതിൻ്റെ എസ്റ്റിമേറ്റ് തുക 581.61 കോടി രൂപയായിരുന്നു. ഇതിനായി ഏകദേശം 48 ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരുമായിരുന്നു. മാത്രമല്ല ആരാധനാലയങ്ങളെയും കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിക്കേണ്ടിയും വരുമായിരുന്നു. അതിനു പുറമെ സാമൂഹികാഘാതവും കൂടുതലായിരുന്നു. അതിനായി ഈ റെയിൽവേ പദ്ധതിയുമായി മുന്നോട്ട് പോയില്ല. സ്ഥലം ഏറ്റെടുക്കലിന് മാത്രമായി ഏകദേശം 1000 കോടി രൂപയാണ് അന്ന് കണക്കാക്കിയത്. തുറമുഖ നിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാർ ഇതുവരെ 884.38 കോടി രൂപയാണ് നൽകിയിട്ടുള്ളത്.